ഡൽഹിയിലേക്ക് പോവുകയാണ്. ഇന്നലെ അപകടമുണ്ടായ ചെങ്കോട്ടയിലെ അപകട സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. വിനീത വിജി തത്സമയം ചേരുന്നു. വിനീത, ലേറ്റസ്റ്റ് ആയുള്ള എന്തെങ്കിലും അപ്ഡേറ്റ്സ് ലഭിച്ചോ? രാജ്യ അതിർത്തികളിലും സുരക്ഷ ശക്തമാക്കി എന്നുള്ള വാർത്ത വരുന്നുണ്ടല്ലോ. മാത്രമല്ല, സംശയാസ്പദമായി എന്തെങ്കിലും കണ്ടാൽ പോലീസിനെ വിവരം അറിയിക്കണമെന്ന് കൂടി സുരക്ഷാ ഏജൻസികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി വിവരം ലഭിക്കുന്നു. വിശദാംശങ്ങൾ. ഡൽഹിയിലെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ പരിശോധന തുടരുന്നുവെന്ന വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഹോട്ടലുകളുടെ രജിസ്റ്ററുകൾ ഉൾപ്പെടെ അന്വേഷണ സംഘം എത്തി പരിശോധിക്കുന്നുണ്ട്. അതിൽ 4 പേരെ ഇതിനോടകം തന്നെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ദരിയാഗഞ്ച്, പഹഡ്ഗഞ്ച് മേഖലകളിലാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ പരിശോധന പുരോഗമിക്കുന്നതെന്ന വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. വിവിധ ഈ ഹോട്ടലുകൾ, ഈ ദരിയാഗഞ്ചിലേക്ക് അടക്കമുള്ള വിവിധ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച അന്വേഷണ സംഘം പരിശോധനകൾ നടത്തുന്നുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെയായി ആ ഹോട്ടലുകളിൽ ആരൊക്കെ എത്തിയിട്ടുണ്ട്, അവിടെ ചില സംശയാസ്പദമായിട്ടുള്ള മേഖലകളിൽ നിന്നുള്ള ആളുകൾ അവിടെ എത്തി അവരെ മുറിയെടുത്തിട്ടുണ്ടോ, എത്രത്തിലേക്കുള്ള നീക്കങ്ങൾ നടന്നിട്ടുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിക്കുന്നത്. ഡൽഹിയിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഫോടനമുണ്ടായ മേഖലയ്ക്ക് അടുത്തുള്ള എല്ലാ മേഖലകൾ കേന്ദ്രീകരിച്ചും അന്വേഷണവും പരിശോധനയും ഒക്കെ തന്നെ ഊർജിതമാക്കിയിരിക്കുകയാണ്. ഈ മേഖലകളിലുള്ള CCTV ദൃശ്യങ്ങളടക്കം അന്വേഷണ സംഘം ഇതിനോടകം ശേഖരിച്ചിരിക്കുകയാണ്. ആ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ഓക്കെ, വിനീത വിജിയാണ് വിവരങ്ങളുമായി ചേർന്നത്. എന്തായാലും കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. സുരക്ഷാ ഏജൻസികൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ചാന്ദിനി ചൗക്ക് എന്ന ഡൽഹിയിലെ തിരക്കേറിയ മാർക്കറ്റ് തന്നെയായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഈ ട്രാഫിക് സിഗ്നൽ കിടന്നതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് ഈ ഉദ്ദേശിച്ച ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയാതെ പോയത്. ഒരുപക്ഷെ അത്യാഹിതത്തിൻ്റെ തീവ്രത കുറയാനും കാരണമായതാണ്. തിരക്കേറിയ ആയിരങ്ങൾ നീങ്ങുന്ന ഈ ചാന്ദിനി ചൗക്ക് എന്ന മാർക്കറ്റിൽ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാം, അവിടെയും കാണാം ഇത്തരമൊരു സംഭവം ഉണ്ടായത് നമുക്ക് ആലോചിക്കാൻ കഴിയില്ല. എന്നാൽ ഇവരുടെ തീരുമാനത്തിന് മറിച്ച് ട്രാഫിക് സിഗ്നൽ അവർക്ക് ബ്ലോക്കായി നിന്നു, അവിടെ കിടന്നു. അവർ അവസാനം അവിടെ വെച്ചിട്ട് സ്ഫോടനം നടത്തി. എന്തായാലും ഈ ചാവേർ സംഘമാണ് ഈ സ്ഫോടനം നടത്തിയതെന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ വിവരങ്ങളുമായി ഈ ഒരുപാട് മനുഷ്യ ശരീരങ്ങൾ പൊട്ടിത്തെറിച്ച ഈ അപകട സ്പോട്ടിൽ നിന്ന് ബൽറാം നെടുങ്ങാടി വീണ്ടും ചേരുന്നു. ബൽറാം, ശരിക്കും ഈ ഒരുപാട്, അതായത് ഏതാണ്ട് 9ഓളം ആളുകളുടെ മരണത്തിന് സാക്ഷ്യം വഹിച്ച ഈ പ്രദേശത്ത് നിൽക്കുമ്പോൾ പുതിയ വാർത്തകൾ എന്തൊക്കെയാണ്? SKN, ഇന്നലെ വൈകിട്ട് 6:52 വരെ ഒരു സാധാരണ നിലയിലായിരുന്നു ഈ ചാന്ദിനി ചൗക്കും ഒപ്പം തന്നെ ചെങ്കോട്ടയും ഉൾപ്പെട്ട പ്രദേശം. ആ ഒരു സ്ഫോടനമാണ് വളരെ പെട്ടെന്ന് രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഒരു സ്ഫോടനം. അതിൻ്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ സ്ഫോടനം നടന്ന് നമ്മൾ എത്തുന്ന ഘട്ടത്തിൽ അതീവ ഭയാനകമായ ദൃശ്യങ്ങളായിരുന്നു. ചിതറിക്കിടക്കുന്ന മനുഷ്യ ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്നു. ചോരയിൽ കുതിർത്ത നിലയിലായിരുന്നു. ജനത്തിരക്കേറിയ, ഏത് സമയത്തും ഒരു 10,000 പേരെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രദേശമാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഇടം എന്നുള്ളത്. ഇപ്പോൾ സ്ഫോടനമുണ്ടായ ആ സ്ഥലം, അവിടെ 2 വശങ്ങളിലും മറകെട്ടി അകത്ത് പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പിളുകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് വിവിധ ഏജൻസികൾ. വലിയ തോതിലുള്ള പോലീസ് വിന്യാസം തന്നെ ഈ സ്ഥലത്ത് ഉണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാകുന്നുണ്ട്. ഏറെ തിരക്കുള്ള ഒരു പ്രദേശമാണ് ഇവിടം. ഏത് സമയത്തും ആളുകൾ ഉണ്ടാകും. ഈ തൊട്ടടുത്ത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലീസുകാർ നിൽക്കുന്നതിന് ഇടതുവശത്തായാണ് ഈ ഡൽഹിയിലെ തന്നെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. ആളുകൾ എല്ലാ ദിവസവും സാധന സാമഗ്രികൾ വാങ്ങാനായി എത്തുന്ന ഇടമാണ്. ഈ ചാന്ദിനി ചൗക്കിലേക്ക് കടക്കുന്ന പ്രധാന വഴിയാണ് ഈ സമീപമുള്ള ഗ്രില്ലിട്ട പ്രദേശം എന്നുള്ളത്. അതിലൂടെ കാൽനടയായി മാത്രമാണ് ആളുകൾക്ക് ഇവിടെ കഴിഞ്ഞ 6 വർഷമായി പ്രവേശനം അനുവദിക്കുന്നത്. ഈ ചാന്ദിനി ചൗക്ക് നവീകരണത്തിന് ശേഷം വാഹനങ്ങൾക്ക് ഈ വഴിയിലേക്ക് പ്രവേശനം ഇല്ല. നേരെ എതിർഭാഗത്തായാണ് ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത്. അതേസമയം ഈ ചാന്ദിനി ചൗക്കിൻ്റെ ഈ ഗ്രില്ലിട്ട വഴി എന്നുള്ളത് വഴിയോര കച്ചവടക്കാർ ഏത് സമയവും ഉണ്ടാകുന്ന നിരവധി ആളുകൾ അവരിൽ നിന്നും സാധന സാമഗ്രികൾ വാങ്ങാനായും ഒപ്പം തന്നെ ഒഴിവു സമയം ചെലവഴിക്കാനായും എത്തുന്ന ഒരു പ്രദേശമാണ്. കൂടാതെ ഈ സ്ഫോടനം നടന്നതിൻ്റെ തൊട്ടടുത്തായാണ്, ഏതാണ്ട് 200 മീറ്റർ മാത്രം അകലെയാണ് ചെങ്കോട്ട. പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്ന മേഖല ഉൾപ്പെടെ ഇതിന് തൊട്ടടുത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ
ചെങ്കോട്ടയുടെ മതിലിനോട് ചേർന്നാണ് ഇവിടെയുള്ള ലാൽ കില മെട്രോ സ്റ്റേഷന്റെ 1-ാം നമ്പർ ഗേറ്റ്. അതിന് സമീപം വെച്ചാണ് ഈ വാഹനം പൊട്ടിത്തെറിക്കുന്നതും പിന്നിലുള്ള പാർക്കിംഗ് ഏരിയയിൽ നിന്നായിരുന്നു ഈ വാഹനം എടുത്തുകൊണ്ടുവന്നിരുന്നത്. സ്ഫോടനത്തിന് തൊട്ടു മുൻപായി 3 മണിക്കൂറിലേറെ സമയം വാഹനം ഇവിടെയായിരുന്നു പാർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്നാണ് വാഹനം പയ്യെ എടുത്ത്, അതായത് വൈകിട്ട് 3:19 മുതൽ 6:48 വരെ ഈ വാഹനം പാർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു പാർക്കിംഗ് ഏരിയയിൽ നിന്നായിരുന്നു. അവിടെ നിന്ന് എടുത്ത് 4 മിനിറ്റിനകം സ്ഫോടനം നടക്കുന്നു. 9 പേർ ആ സ്ഫോടനത്തിൽ കൊല്ലപ്പെടുന്നു. ജനത്തിരക്കേറിയ, ജനസാന്ദ്രത ഏറെയുള്ള ഒരു പ്രദേശത്ത് ഈ സ്ഫോടനം ഉണ്ടാകുന്നു. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ഇപ്പോൾ ഊർജിതമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. വിവിധ ഏജൻസികൾ സംയുക്തമായി ഉള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിലുള്ള അന്വേഷണം അത് ഡോക്ടർ ഉമർ എന്ന ജെയ്ഷെ മുഹമ്മദ് ഭീകരവാദ സംഘടനയുമായി ബന്ധമുള്ള ഒരു ആളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഫരീദാബാദിൽ നടന്ന അറസ്റ്റുകളുമായി ഈ ഒരു സ്ഫോടനത്തിന് ബന്ധമുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് ഏജൻസികൾ എത്തിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഭീകരവാദ ബന്ധമുള്ള 4 ഡോക്ടർമാർ ഉൾപ്പെടെ 7 പേർ, അവർക്ക് ഈ ഭീകര സംഘടനയുമായി ബന്ധമുണ്ടായിരുന്നു. ഇവരിൽ നിന്നും 2900 കിലോയോളം സ്ഫോടക വസ്തുക്കൾ, വൻ സ്ഫോടനം നടത്താൻ ലക്ഷ്യമിട്ട് ശേഖരിച്ച സ്ഫോടക വസ്തുക്കൾ പിടികൂടിയിരുന്നു. ടൈമറുകൾ ഉൾപ്പെടെ നിയന്ത്രിതമായി പൊട്ടിക്കാൻ കഴിയുന്ന ഉപകരണങ്ങൾ ഉൾപ്പെടെ ഇവരിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. തോക്കുകൾ, AK-47 ഉൾപ്പെടെയുള്ള തോക്കുകളും ഇവരിൽ നിന്നും കണ്ടെത്തിയിരുന്നു. അതിന് പിന്നിലുള്ള ഭീകരവാദ ശൃംഖലയെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയും കൂടുതൽ അറസ്റ്റുകൾ ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് ചാന്ദിനി ചൗക്കിന് സമീപം, ലാൽ കിലയ്ക്കും സമീപത്തായി ഏറ്റവും ജനത്തിരക്ക് ഏത് സമയവും ഡൽഹിയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള ഒരു പ്രദേശത്ത് ഈ ഒരു സ്ഫോടനം ഉണ്ടാകുന്നതും അതിൽ 9 പേർ കൊല്ലപ്പെടുകയും ചെയ്യുന്നത് ആസൂത്രിതമായ ഒരു ഭീകരവാദ ആക്രമണ പദ്ധതി എന്ന നിഗമനത്തിൽ തന്നെയാണ് ഏജൻസികൾ ഉള്ളത്. അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എങ്കിൽ പോലും നിലവിലെ അന്വേഷണം ആ ദിശയിൽ തന്നെയാണ്. സ്ഫോടനത്തിന് ഉപയോഗിച്ച ഹരിയാന 26 എന്ന രജിസ്റ്റർ നമ്പറിൽ ആരംഭിക്കുന്ന വാഹനത്തിൻ്റെ മുഴുവൻ രേഖകളും ട്രാക്ക് ചെയ്തിരുന്നു. മിനിറ്റുകൾക്കകം തന്നെ അതിൻ്റെ ആദ്യ ഉടമ സൽമാൻ, പിന്നീട് ദേവേന്ദർ എന്നയാളിലേക്ക് അത് വാഹനം എത്തുന്നു. പിന്നീട് താരിഖ് എന്ന ആളിലേക്ക്, ഏറ്റവും ഒടുവിലായി പുൽവാമ സ്വദേശിയായ താരിഖിലേക്ക് വാഹനം എത്തുന്നു. ഇയാളിൽ നിന്നാണ് ഉമർ ഈ വാഹനം വാങ്ങി ഉപയോഗിച്ചിരുന്നത് എന്നാണ് ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഏറ്റവും ഒടുവിൽ ഈ വാഹന കൈമാറ്റം നടന്നിരിക്കുന്നത് 1 മാസം മുൻപാണ്. അതിനുശേഷം ഈ സ്ഫോടനം നടന്ന ശേഷം ഈ വാഹനത്തിൻ്റെ ഡൽഹിയിലെ ലഭ്യമായ മുഴുവൻ CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചിരിക്കുന്നു. ഈ വാഹനം സഞ്ചരിച്ച വഴികൾ ഉൾപ്പെടെയുള്ളവ. കഴിഞ്ഞ ജൂണിൽ ഏറ്റവും ഒടുവിലായി ഈ വാഹനം ഈ ഫരീദാബാദുമായി ബന്ധപ്പെട്ട പ്രദേശത്ത് ഈ വാഹനത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. ബദർപൂരിലാണ് ദൃശ്യങ്ങൾ ലഭിച്ചിരിക്കുന്നത്. ഇന്നലെ ഈ സ്ഫോടനത്തിന് മുൻപായി ഡൽഹിയിലെ ഒട്ടേറെ ജനത്തിരക്കേറിയ മറ്റ് ഇടങ്ങളിലൂടെ ഈ വാഹനം കടന്നുപോയതായി ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ വ്യക്തമായിട്ടുണ്ട്. അതിനുള്ള തെളിവുകൾ, CCTV ദൃശ്യങ്ങൾ ഡൽഹി പോലീസിൻ്റെ സ്പെഷ്യൽ സെൽ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. എവിടെ നിന്നാണ് ഈ വാഹനം പുറപ്പെട്ട് ഇവിടേക്ക് എത്തിച്ചേർന്നത്, ഏതെല്ലാം വഴികളിലൂടെ സഞ്ചരിച്ചു, ആരെല്ലാം ഈ വാഹനത്തിൽ അതിനിടെ കയറി, അതിൽ നിന്ന് ഇറങ്ങി, എല്ലാം സാധന സാമഗ്രികൾ ഇതിലേക്ക് കയറ്റിയിട്ടുണ്ടോ, മറ്റ് എന്തെങ്കിലും വിധത്തിലുള്ള ബന്ധം, മറ്റ് ആളുകൾ ഇതിലേക്ക് മറ്റ് കൈമാറ്റങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ CCTV ദൃശ്യങ്ങളുടെ പരിശോധനയിലൂടെ തന്നെ കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്. പല തലങ്ങളിലുള്ള അന്വേഷണം ഒരേ സമയം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എസ്കേൻ, ഇപ്പോഴും ഈ പ്രദേശത്ത് റോഡിൽ മനുഷ്യ ചോരയുടെ പാടുകളുണ്ട്. അത്രത്തോളം ഭയാനകമായ ദൃശ്യങ്ങളായിരുന്നു ഈ സ്ഫോടനത്തിന് തൊട്ടു പിന്നാലെ ഇവിടെ ഉണ്ടായിരുന്നത്. ആ ഒരു തകർന്ന അവശിഷ്ടങ്ങൾക്കടിയിൽ നിന്നും വിവിധ ഏജൻസികൾ ഇപ്പോഴും ഈ അന്വേഷണത്തിന് ആവശ്യമായ തെളിവുകൾ, ഫോറൻസിക് തെളിവുകൾ ഉൾപ്പെടെയുള്ള ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണം, ശാസ്ത്രീയമായ അന്വേഷണം, തെളിവെടുപ്പ് എന്നിവ പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ഭീകരവാദ സംഘടന അല്ലെങ്കിൽ അത്തരത്തിലൊരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം ആണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ആ അന്വേഷണത്തിലും വിവിധ ഏജൻസികൾ ഭാഗമാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ സ്ഫോടനം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ ഉത്തർപ്രദേശ് ATS-ഉം ജമ്മു കശ്മീർ ATS-ഉം ഇവിടെ പരിശോധന നടത്തിയിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും
24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.